ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു, ഹൃദയരാഗങ്ങളാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളിയാണ് എൻ പ്രഭാകരനാണ്. നോവലാണ് മായാമനുഷ്യർ. അതേപോലെ യുവ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിക്കാണ്. ബാലസാഹിത്യമാണെങ്കിൽ ശ്രീജിത്ത് മൂത്തേടത്തിൻ്റെ പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി 2024 ദ്രോണാചാര്യ അവാർഡ് റെഗുലർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിങ്ങിൻ്റെ വിഭാഗത്തിലും, സന്ദീപ് സാങ്വാന് ഹോക്കിയിലും, സുഭാഷ് റാനക്ക് പാരാഷൂട്ടിങ്ങിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ലൈഫ് ടൈം കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അർമാൻഡോ ആഗ്നലെ കൊളാക്കോയ്ക്കും ഫുട്ബോളിനും, എസ് മുരളീധരന് ബാഡ്മിൻ്റൺ വിഭാഗത്തിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ജഡായു ആണ്, കൊല്ലത്തുള്ള. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലോകത്ത് ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം? അതിന് ആൻസർ ഓപ്ഷൻ ബി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ പി സി വിഷ്ണുനാഥാണ്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് പി സി വിഷ്ണുനാഥാണ്. അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നത് സജി ചെറിയാനായിരുന്നു. ഇപ്പോൾ പി സി വിഷ്ണുനാഥാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിലവിലെ കേരള PSCയുടെ ചെയർമാൻ ആരാണ്? നിലവിൽ 2026 ഇപ്പോൾ ഉള്ളത് ഡോക്ടർ MR ബൈജു ആണ്. 2020 ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം അതിന് ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു, അഡ്വക്കേറ്റ് MK സക്കീർ ആയിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 13 ബാങ്കുകളെ സംയോജിപ്പിച്ചാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? അത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡായിരുന്നു. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2024 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് 55ാമത്തെ ഫിലിം അവാർഡാണ്. അതിൽ ബെസ്റ്റ് ആക്ടറായിട്ട് മമ്മൂട്ടിക്കും ബ്രഹ്മയുഗം എന്ന ചിത്രത്തിന് 7ാമത്തെ തവണയാണ് മമ്മൂട്ടിക്ക് കിട്ടുന്നത്, ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത്. ടോട്ടലി 10 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആക്ട്രസ് ആയിട്ട് ഷംല ഹംസയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ്. പിന്നെ ഡയറക്ടർ ആണെങ്കിൽ ചിദംബരം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ. ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിട്ടുള്ളതും മഞ്ഞുമ്മൽ ബോയ്സിനാണ്. ബെസ്റ്റ് സിനിമ ആയിട്ടുള്ളത് മഞ്ഞുമ്മൽ ബോയ്സാണ്. 10 അവാർഡാണ് മഞ്ഞുമ്മൽ ബോയ്സിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ ശോശാമ ഐപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആയിരുന്നു, ഇതിലൊന്നും പെടാത്ത മറ്റുള്ളവ എന്നതാണ്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പത്മ പുരസ്കാരങ്ങൾ 2025 പത്മ പുരസ്കാരമാണ്. പത്മവിഭൂഷൺ കൊടുത്തിട്ടുള്ളത് 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. പത്മഭൂഷൺ ആണെങ്കിൽ 18 പേർക്കും പത്മശ്രീ ആണെങ്കിൽ 131 പേർക്കാണ്. അതിൽ പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത് 5 പേരിൽ 4 മലയാളികളാണ്. അതിലൊന്ന് ജസ്റ്റിസ് KT തോമസ് ആണ്, അത് സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ആയിരുന്നു. രണ്ടാമത്തെയാണ് എൻ രാജം, അത് വയലിനിസ്റ്റാണ്, അതും മലയാളിയാണ്. മൂന്നാമത്തേതാണ് P നാരായണൻ, അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. പിന്നെ 4ാമത്തെയാണ് മരണാനന്തര ബഹുമതിയായിട്ട് VSന് കിട്ടിയിട്ടുണ്ട്, VS അച്യുതാനന്ദന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും മലയാളിയാണ്. അപ്പോൾ 4 മലയാളികൾക്കാണ് കിട്ടിയത്. പിന്നെ മലയാളി അല്ലാത്ത മരണാനന്തര ബഹുമതി കിട്ടിയിട്ടുള്ളത് ധർമ്മേന്ദ്രക്കാണ്, അതൊരു നടനാണ്. പിന്നെ പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത് മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനാണ്. പിന്നെ പത്മശ്രീ കിട്ടിയിട്ടുള്ളതാണ് വിമല മേനോനുണ്ട്. വിമല മേനോൻ കലാമണ്ഡലം മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഡോക്ടർ AE മുത്തുനായകം ബഹിരാകാശ സയൻറ്റിസ്റ്റാണ്. പിന്നെ കൊല്ലക്കൽ ദേവകി അമ്മ പരിസ്ഥിതി പ്രവർത്തനവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് നാമം സ്വീകരിച്ചത് ഏതു വർഷത്തിലാണ്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2002 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാമാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലൂമിനിയം സിലിക്കയാണ്. സിയാൽ എന്ന് പഠിച്ചാൽ മതി. സിലിക്ക, അലൂമിനിയം.
പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നതിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്, ബസാൾട്ടാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ മടക്കുപർവ്വത നിരക്ക് ഉദാഹരണം. അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിയും സിയും മടക്കുപർവ്വതത്തിന് ഉദാഹരണമാണ്. അറ്റ്ലസും ആൽപ്സ് പർവ്വതവും മടക്കുപർവ്വതത്തിന് എക്സാമ്പിളാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ്. ഓപ്ഷൻ എ മലവെള്ളപ്പാച്ചിലാണ്. 16ാമത്തെയാണ്, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ UP ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും, അതായത് 1 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ഇടയിൽ ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് നഗരം എന്നതാണ്. അതായത് 17ൽ സി ആണ് ആൻസർ വരുന്നത്. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയും. 19ാമത്തെയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, പാലക്കാടാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ലഡാക്ക്, സസ്കർ എന്നതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാകുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വില്യം മൂന്നാമൻ. പിന്നെ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസറാണ്. ഇപ്പോൾ നിലവിൽ വി ഹരിനായരാണ് വിവരാവകാശ കമ്മീഷണർ കേരളത്തിലുള്ളത്. ഇതിലെ ആൻസർ പ്രകാരം ഓപ്ഷൻ സി ആയിരുന്നു, വിശ്വാസ് മേത്തയായിരുന്നു. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 450 × 300 ആണ്. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാകുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 28(1) 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 293 ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്നായിക് ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ എ 8 ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വതന്ത്ര സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, അമേരിക്ക. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1989 നവംബർ 20 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, 1885 ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ഡി, 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈ സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ഡി, ഫസൽ അലിയാണ്. അതിലുണ്ടായിരുന്ന 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫസൽ അലി, HN കുൻസ്രു, സർദാർ KM പണിക്കരാണ്.
നെക്സ്റ്റ് 35ാമത്തെ ക്വസ്റ്റ്യനാണ്, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ സി കഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യനാണ്, 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ബി കാൺപൂരാണ്. പിന്നെ 37ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ എ റാണി ജാൻസി റെജിമെൻ്റ് ആണ്. 38ാമത്തെ ക്വസ്റ്റ്യനാണ്, സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ബി രാജ്മഹൽ കുന്നുകളാണ്. 39 ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മറാത്തയാണ്. 40ാമത്തെ ക്വസ്റ്റ്യനാണ്, സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ ആണ്. ഭിലായ് ബൊക്കാറോക്കും സഹായം നൽകിയിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ 41ാമത്തെ ക്വസ്റ്റ്യനാണ്, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. 42ാമത്തെ ക്വസ്റ്റ്യനാണ്, ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്, കബനി, ഭവാനി ആൻഡ് പാമ്പാർ. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കബനിയാണ്. 43ാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ചിങ്ങം 1 ആണ്. 44ാമത്തെയാണ്, ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. 45ാമത്തെ ക്വസ്റ്റ്യനാണ്, ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരന്മാരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി KM ബീനാമോളാണ്. 46ാമത്തെ ക്വസ്റ്റ്യനാണ്, ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ചേറ്റുവ, തൃശ്ശൂരാണ്. 47 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, പള്ളിവാസൽ പദ്ധതിയാണ്. 1940 48ാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 4 ആണുള്ളത്. 49 കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തൃശ്ശൂരാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് 50ാമത്തേതാണ്, എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി പ്രൊഫസർ KV തോമസ് ആണ്. 51 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? അതിന് ആൻസർ ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസാണ് 1942. 52ാമത്തെ ക്വസ്റ്റ്യനാണ്, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? തിരുകൊച്ചി സംയോജനമാണ് ചോദിച്ചിട്ടുള്ളത്. അത് 1949 ഓപ്ഷൻ ഡി ആണ്. 53ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? അത് ഓപ്ഷൻ എ ആണ്, ചേറ്റൂർ ശങ്കരൻ നായരാണ്. അമരാവതി സെഷനിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് 54ാമത്തെ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. 55 വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചതാരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ്. 56ാമത്തെ ക്വസ്റ്റ്യനാണ്, ചുവടെ തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥമേത്? അതിന് ആൻസർ ഓപ്ഷൻ ഡി പ്രാചീന മലയാളമാണ്. പിന്നെ 57ാമത്തേതാണ്, ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏത്? അത് 1936 ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ കുമാരഗുരുദേവൻ. 59 VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് മരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അത് നാടകമാണ്. ഓപ്ഷൻ ബി ആണ്. 60 ചുവടെ തന്നിട്ടുള്ളവയിൽ കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? കേശവനുമായി ബന്ധപ്പെട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, കോഴഞ്ചേരി പ്രസംഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് 61ാമത്തെയാണ്, മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? അതിന് 24 ആൻസർ ഓപ്ഷൻ എ. 62 മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി കരളാണ്. 63ാമത്തെ ക്വസ്റ്റ്യനാണ്, കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? അതിൽ
രക്തം കട്ട പിടിക്കുക, അത് ശരിയാണ്. പേശി പ്രവർത്തനത്തെ ചെയ്യുന്നത്, അതും ശരിയാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മേൽ പറഞ്ഞവയെല്ലാം. 64-ാമത്തെ ക്വസ്റ്റ്യനാണ്, മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവനയാണ് രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. രണ്ടാമത്തെയാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു, അതാണ് യോജിക്കാത്ത പ്രസ്താവന. അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്. 65-ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. അത് ശരിയായിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത് വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് എന്നിവ ഉപയോഗിക്കുന്നത് മുടന്തരാണ്, അത് തെറ്റാണ്. മൂന്നാമത്തേത് ട്രാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്നത് ബധിരരാണ്, അതും തെറ്റാണ്. പിന്നെ നാലാമത്തെയാണ് ട്രാക്ടൈൽ വാച്ച്, ബ്രെയിൽ ലിപി ഇവ ഉപയോഗിക്കുന്ന അന്ധരാണ്, അതും ശരിയാണ്. അപ്പോൾ 1, 4 ശരി എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 66-ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം ഏതാണ്? വെണ്ടയുടെ ഇനം അതിൽ അനാമികയാണ്, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഉജ്ജ്വല വരുന്നത് മുളകാണ്. പിന്നെ നെക്സ്റ്റ് ആണ് 67-ാമത്തെ ക്വസ്റ്റ്യനാണ്, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. 68-ാമത്തെയാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാളാണ്. 69 വിഘാടകർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനെ കണ്ടെത്തുക. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബാക്ടീരിയയാണ്. 70-ാമത്തെ ക്വസ്റ്റ്യനാണ്, ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യയാണ്. 71 ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. അത് ഐസോടോപ്പുകളാണ്, ഓപ്ഷൻ സി ആണ്. 72 ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മോഡേൺ പീരിയോഡിക് ടേബിൾ ആണെന്നുണ്ടെങ്കിൽ മോസ്ലിയാണ്. 73 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ്, ഓപ്ഷൻ സി ആണ്, ഓക്സിജനാണ്. 74-ാമത്തെയാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? അയണാണെന്നുണ്ടെങ്കിൽ 74 ബി ആണ്, ഹെമറ്റൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെയാണ് ബോക്സൈറ്റ്. പിന്നെ 75 ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, നൈലോൺ ആണ്. 76-ാമത്തെ ക്വസ്റ്റ്യനാണ്, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? അതിന് ആൻസർ ഓപ്ഷൻ ബി, 60 ഡിഗ്രി തന്നെയാണ്. 77-ാമത്തെ ക്വസ്റ്റ്യനാണ്, മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ഫലം ഏതാണ്? അത് പ്രതലഫലമാണ്, സർഫസ് ടെൻഷൻ. 78-ാമത്തെ ക്വസ്റ്റ്യനാണ്, ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്? അത് ഖരവസ്തുക്കളിലാണ്, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്, പക്ഷേ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെ ആയിരിക്കും. 79 ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? അത് ആൻസർ ഓപ്ഷൻ സി ആണ്, 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 80-ാമത്തെ ക്വസ്റ്റ്യനാണ്, മാസ് പകുതിയായും പ്രവേഗം ഇരട്ടിയായും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം, കൈനറ്റിക് എനർജിയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ ഇരട്ടിയാകുന്നു. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് K = ½ mv². അപ്പോൾ ഇതിൽ മാസ് പകുതിയാവുകയാണ് ചെയ്യുന്നത്, പ്രവേഗം ഇരട്ടിയാവും. അപ്പോൾ ½ ഇൻറ്റു എന്ത് ചെയ്യും, മാസ് പകുതിയാകും. അപ്പോൾ 1/2 m/2 വരും, m ഉള്ള പകരം. വിക്ക് പകരം എന്ത് ചെയ്യും, 2v² വരും. അപ്പോൾ താഴെയും 4 വരും, മുകളിലും 2ൻ്റെ സ്ക്വയർ 4 വരും. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ½ mv² എന്നുള്ളത് എന്താവും, ഇവിടെ mv² എന്ന് മാത്രമാവും. അപ്പോൾ ഇതെന്താണ്, ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും GKയുടെ പാർട്ട് മാത്രം 80 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മാത്സിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കാണുക, അതിന് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. താങ്ക് യു.